മഴയാണ്, ചാറ്റിലൂടെയാ. Bring me into golden sunlight. I'm going with you. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പ്രത്യേകിച്ച് വലിയ വലിയ പ്ലാനുകളൊന്നുമില്ലായിരുന്നു. കാരണം ഇടുക്കിയിൽ ഏകദേശം എല്ലാ സ്ഥലങ്ങളും നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ. അപ്പോൾ വിചാരിച്ചു ഇന്ന് പുതിയ പുതിയ എന്തെങ്കിലും കാണാൻ പറ്റുന്നെങ്കിൽ അതെല്ലാം കാണുക, എന്തെങ്കിലും നമ്മളിനി കാണുന്ന ഇതുവരെ കാണാത്ത വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അത് കാണുക എന്നുള്ള ഉദ്ദേശമായിരുന്നു യാത്ര പുറപ്പെടുമ്പോൾ ഉള്ളത്. അങ്ങനെ പാഞ്ചാലിമേടിലേക്ക് തിരിയുന്ന വഴി ഞങ്ങളൊരാളെ കണ്ടു, പരിചയപ്പെട്ടു. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴാണ് പാഞ്ചാലിമേടിന് അടുത്ത് തന്നെ ഒരു അരുവിയുണ്ട്, അധികം പോകാത്ത ഒരു അരുവിയുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ അരുവി കാണാനായി പോയി. കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ആ അരുവിയുടെ അടുത്ത് എത്തിയത്. എന്താണെന്ന് വെച്ചാൽ അധികം ആരും അവിടെ പോകാത്ത ഒരു അരുവിയായിരുന്നു അത്. അങ്ങനെ ഏകദേശം ആ അരുവിക്ക് പിന്നെ ഒരു കുറച്ച് കഥകളൊക്കെ ഉണ്ട്. ആ അരുവിയിൽ ഒരു അമ്മയും കുഞ്ഞിനെയും ആരോ തള്ളിയിട്ട് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അങ്ങനെ ഒരു കുഞ്ഞമ്മക്കുഴി എന്ന് പറയുന്ന ആ നാട്ടിലുള്ള ലോക്കൽസിൻ്റെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു അരുവിയാണത്. അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെ അത് കണ്ടപ്പോൾ ശരിക്കും നല്ല നല്ല രസമായിരുന്നു. നല്ലൊരു വൈബുള്ളൊരു അരുവി. തീരെ, അതായത് ഒരു മനുഷ്യനും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം. പിന്നെ അരുവിയിൽ ഇറങ്ങി കുളിച്ച് അങ്ങനെ കിടന്ന് ഒരുപാട് സമയങ്ങളങ്ങ് പോയി. പിന്നെ വിചാരിച്ചു ഇനി വേറെ എങ്ങും പോകാൻ സമയം കിട്ടില്ല, ഒരു മഴയുടെ ലക്ഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വിചാരിച്ച് നേരെ പാഞ്ചാലിമേടിലേക്ക് തന്നെ പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ പാഞ്ചാലിമേടിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ മഴയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിലും മഴ വീണ് തുടങ്ങിയിട്ടില്ല. നല്ല ഒരു തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു. അങ്ങനെ പാഞ്ചാലിമേടിലെത്തി ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ച് പിന്നെ ഒന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ അവിടെ നോക്കിയപ്പോൾ തന്നെ ഒരു നല്ല തെളിഞ്ഞ കാലാവസ്ഥയായതുകൊണ്ട് പാഞ്ചാലിമേടിന് ഒരു നല്ല സുന്ദരമായി എനിക്ക് തോന്നി പാഞ്ചാലിമേടിൻ്റെ അപ്പോഴത്തെ കാഴ്ച. അങ്ങനെ കൂടെയുള്ളവൻ കൂടുതൽ സത്യസന്ധനാകാൻ നോക്കി പെട്ടുപോയൊരവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. വേറൊന്നുമല്ല, സെക്യൂരിറ്റിക്കാരൻ്റെ ബാഗ് അയാൾ പൊക്കോളാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവൻ തന്നെ ബാഗ് തുറന്ന് കാണിച്ച് പറഞ്ഞൊന്ന് ചെക്ക് ചെയ്തോളാൻ പറഞ്ഞ് അങ്ങ് എടുത്ത് കൊടുത്തു. പിന്നെ പുള്ളി ചെക്ക് വെച്ചിട്ട് പറഞ്ഞാൽ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അതായത് പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, നേരെ അവിടെ കൊണ്ട് വെച്ചോളാൻ പറഞ്ഞു. സംഭവം ശരിയാണ്, പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോയാണ് പല ആൾക്കാരും അവിടെ നശിപ്പിച്ചിടുന്നത്. ഇവരിങ്ങനെ ഞങ്ങൾ നേരത്തെ മുമ്പ് വന്നപ്പോൾ അവിടെ കുറേ പ്ലാസ്റ്റിക് ബോട്ടിലുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും അവിടെ കണ്ടില്ല. അത് ഇവരിങ്ങനെ കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ എന്തിനാണ് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഇവിടെ കൊണ്ടുപോയി ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നതെന്നൊന്നും പല സ്ഥലത്തും ചെല്ലുമ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ ബോട്ടിൽ വെള്ളം കുടിക്കാൻ വേണ്ടി അല്ല അതിനകത്ത് വെച്ചിരുന്നത്, അവിടെ കൊണ്ട് കളയാനോ ഉപേക്ഷിക്കാനൊന്നും അല്ല. നേരത്തെ കുടിച്ച അതിനകത്ത് ഇരുന്ന ഒരു ബോട്ടിലായിരുന്നു. ആരും കഴിവതും ഇത് കൊണ്ടുപോയി നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക. അത് അതിൻ്റേതായ സന്തുലിതാവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. നമ്മൾ കാഴ്ചകൾ കാണുക, തിരിച്ചു മടങ്ങി വരിക, പ്രകൃതിയെ വെറുതെ ദ്രോഹിക്കാൻ നിൽക്കണ്ട. നല്ല തെളിഞ്ഞ കാലാവസ്ഥയായതുകൊണ്ടാവണം നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. താഴെയും ഉണ്ടായിരുന്നു, മുകളിലും ഉണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം കയറാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലോട്ട് തന്നെ നടന്നു. മുകളിൽ നടന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് കോടയൊന്നുമില്ല, നല്ല തെളിഞ്ഞിരിക്കുന്നതുകൊണ്ട് കോടയൊന്നുമില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഇടയ്ക്കൊരു കോട വന്നു. അങ്ങനെ ആ കോടയും കണ്ട്, പക്ഷേ കോട പെട്ടെന്ന് തന്നെ അങ്ങ് പോയി. പാഞ്ചാലിമേടിൽ എന്നെ ഏറ്റവും ആകർഷിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുൽമേടുകളുടെ ഇടയിലൂടെ നടക്കുന്നത്. അതായത് പുല്ലിൻ്റെയൊക്കെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്ന് നമ്മൾ ഏറ്റവും മുകളിൽ ചെന്നിട്ട് താഴെ സൈഡിൽ അപ്പുറത്തെ സൈഡിലേക്കുള്ള ആ ചെറിയ ചെറിയ പുൽമേടുകളല്ലേ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞങ്ങൾ മുമ്പ് പോകുമ്പോഴും നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പോയിരിക്കലാണ്. അങ്ങനെ നേരെ അതിൻ്റെ പുൽമേടുകളുടെ ഇടയിൽ കൂടി കുറേ അധികം നമ്മൾ താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരുപാട് ഇറങ്ങി പോകരുത്, കുറച്ച് റിസ്ക് ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുപാട് പോകത്തില്ല എങ്കിലും അവിടെയൊക്കെ തന്നെ ഇരുന്ന് കാണും. പിന്നെ അവിടുന്ന്
അതിൻ്റെ ഇടയിലിരിക്കുമ്പോൾ ഉള്ള കാറ്റൊക്കെ അവിടെ ഏറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല. ശരിക്കും ഒരു പ്രത്യേക ഒരു ലോകമാണ് പാഞ്ചാലിമേടിൻ്റെ ആ മോൾ വശം. ആ മോൾ വശത്തിൻ്റെ നമ്മൾ കയറി വന്ന് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ഭാഗത്ത് അവിടെ ഇരിക്കുക എന്നുള്ളത്. അവിടെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ കാണുന്ന ആ മലനിരകളുടെ ആ നീലിമയും പിന്നെ കോട മഞ്ഞിൻ്റെ ഇടയിലൂടെ കാണുന്ന കാഴ്ചകളും ഒക്കെ ഒരു പ്രത്യേക ഇതുവരെ അതായത് കുറേ പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നി വീണ്ടും വീണ്ടും പോകുന്നൊരിടമാണ് പാഞ്ചാലിമേട്. അതെന്താണെന്നറിയില്ല, അത് എൻ്റെ ഒരു സ്വകാര്യ ഇഷ്ടമാണ് അങ്ങനെ പോവുക എന്നുള്ളത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ആ ചരിഞ്ഞ ഭാഗത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ മഴ വരുന്നു, അതിനു മുമ്പേ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെടാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് അതിൻ്റെ വ്യത്യാസം വന്നു തുടങ്ങിയത്. നമ്മൾ ഇതുവരെ കാണാത്തൊരു വ്യത്യസ്തമായ ഒരു പാഞ്ചാലിമേടിലേക്ക് പോകാൻ തുടങ്ങിയത്. പാഞ്ചാലിമേടിൻ്റെ കാഴ്ചകൾ ചെറിയ മഴ ചാറി തുടങ്ങിയപ്പോൾ തന്നെ കോട ചെറുതായിട്ട് വരാൻ തുടങ്ങി. പക്ഷെ കോട നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നില്ല, ദൂരെ നിന്നൊന്ന് കാണാം. നമുക്ക് ദൂരെ മലനിരകളുടെ ഇടയിൽ ഇങ്ങനെ കോടകൾ വന്ന് നിറയുന്നത് നമുക്ക് കാണാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഇട്ടിരിക്കുന്ന ബെഞ്ചിലൊക്കെ ഇരുന്ന് ചെറുതെ മഴ കൊള്ളാം. പിന്നെ അവിടെ കെട്ടിയിരിക്കുന്ന മണ്ഡപങ്ങളുണ്ടല്ലോ, അഥവാ മഴ പെയ്യുവാണെങ്കിൽ അവിടെ കയറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി എന്തായാലും മഴ പെയ്തിട്ടൊക്കെ പോകാമെന്നൊരു ഇതായി. എന്ന് വെച്ചാൽ ആ ഒരു കാഴ്ചകൾ നമുക്ക് കാണാമല്ലോ, ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. മഴയുള്ള സമയത്ത് പാഞ്ചാലിമേട് മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ അത് കുറേ അധികം മുമ്പാണ്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടില്ല. അങ്ങനെ അവിടെ ബെഞ്ചിൻ്റെ പുറത്തൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ ചാറി തുടങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ കുറേയൊക്കെ പക്ഷേ ആ മഴ അങ്ങോട്ട് ശക്തമായി പെയ്യാൻ തുടങ്ങിയില്ല. ചാറ്റ മഴ പെട്ടെന്നങ്ങ് നിന്നു, കോടയുടെ വരവ് നിന്നു. പിന്നെ ഞങ്ങളവിടെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ടല്ലോ, ഇടുക്കി വൈബ് എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞ കളറിലുള്ളൊരു ഫോട്ടോ ഫ്രെയിം. അതിനകത്തൊക്കെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ വിചാരിച്ച് പതുക്കെ ഞങ്ങൾക്ക് താഴേക്ക് നടക്കാം. ഇനി താഴെ പോയിട്ട് അപ്പുറത്തൊരു അമ്പലമുണ്ടല്ലോ, ആ അമ്പലത്തിൻ്റെ ആ ഭാഗത്തോട്ട് കയറിയിട്ട് അവിടേക്ക് വന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴോട്ട് നടന്നു, നേരെ അമ്പലമുള്ള ഭാഗത്തേക്ക് പോയി. അപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റമഴയുണ്ട്, ചെറുതായിട്ട് തുള്ളികൾ വീഴുന്നുണ്ട്. പക്ഷേ അത് ഇച്ചിരി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതും അങ്ങ് തീർന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഭാഗത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെയും നല്ല നല്ല കാഴ്ചകളാണ്. അമ്പലത്തിൻ്റെ അവിടെയും അവിടെ കുറച്ചൊരു ചെറിയൊരു കാവ് പോലെയുണ്ട്. പിന്നെ ഇപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ നമുക്ക് അങ്ങോട്ട് വെളിയിലോട്ട് പോകുമ്പോൾ അവിടെയും ആ ചരിഞ്ഞ ഭാഗത്ത് അവിടെ കണ്ട അതേ രീതിയിലുള്ള ചെറിയ പുൽത്തകടികളൊക്കെയാണ്. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് അങ്ങോട്ട് കുറച്ച് ആൾക്കാരൊക്കെ അവിടെയും വരുന്നുണ്ട്. പിന്നെ എല്ലാവരും പതുക്കെ ഇറങ്ങാൻ തുടങ്ങി തിരിച്ച് വീണ്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ശക്തമായ മഴ പെയ്യുമോ എന്നുള്ള എല്ലാവർക്കും ഡൗട്ടാണ്. ചെറുതായിട്ടൊരു ഇടിയും മിന്നലും ഒക്കെ വരുന്നുണ്ട്. ഇടിയും മിന്നലും ഉള്ള സമയത്ത് ഇവിടെ പാഞ്ചാലിമേടിൻ്റെ മുകളിൽ നിൽക്കുന്ന അത്ര ഒരു സേഫ്റ്റി ആയിട്ടുള്ള കാര്യമല്ല എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ എല്ലാവരും ചെറുതായിട്ടൊക്കെ താഴോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളും കൂടെ ആ കാവിൻ്റെയൊക്കെ അവിടെ നിന്ന് ഞങ്ങളും പതുക്കെ താഴോട്ടിറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ താഴോട്ട് തന്നെ ഇറങ്ങി. പിന്നെ അവിടെ നിൽക്കാൻ ശ്രമിച്ചില്ല, മഴ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. പിന്നെ ഞങ്ങൾ താഴേക്ക് പിന്നെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു, ആ കാവിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി ഞങ്ങൾ നമ്മുടെ ബാഗ് വെച്ചിരിക്കുന്ന മറ്റേ ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറുണ്ടല്ലോ, മറ്റേ നമ്മുടെ സെക്യൂരിറ്റിക്കാരൻ ഞങ്ങളുടെ ബാഗ് മേടിച്ച് വെച്ചിരുന്നില്ലേ. അപ്പം നേരെ അവിടെ പോയി ബാഗ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് പെട്ടെന്നാണ് അങ്ങ് കാലാവസ്ഥ മാറിയത്. അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറി. ഭയങ്കരമായിട്ട് കാറ്റും അതിനൊപ്പം തന്നെ കട്ടിയുള്ള കോടയും കൂടി ഒന്നിച്ച് വരാൻ തുടങ്ങി. കോട വന്നതിനോടൊപ്പം തന്നെ മഴയും ശക്തമാകാൻ തുടങ്ങി. ചാറ്റൽ മഴ അടിച്ചിട്ട് പിന്നെ കോടയും നല്ല ശക്തമായി. എന്തായാലും അതുകൂടി കാണാൻ പറ്റി. അത് നമുക്ക് ഭയങ്കരമായിട്ട്, അതായത് ആ ഒരു സംഭവം അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അത്ര ഭയങ്കര മഴയാണ്. പിന്നെ ആ മഴയങ്ങ് നന്നായി പെയ്യാൻ തുടങ്ങി. മഴ പെയ്ത് കഴിയുമ്പോൾ പിന്നെ കോട നിൽക്കത്തില്ല, കോടയങ്ങ് പോവും. പക്ഷെ കോട നല്ല രീതിയിൽ വന്നിട്ടാണ് മഴ പെയ്തത്, അതുകൊണ്ട് അത് കാണാൻ പറ്റി. പിന്നെ അതെല്ലാം കൂടി കണ്ട് വീണ്ടും അവിടെ നിന്ന് ആ കോടയുടെയും ആ മഴയുടെയും ആ കാറ്റിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ അവിടെ നല്ല ശക്തമായ മഴയായി. അപ്പോഴത്തേക്ക് പിന്നെ അവിടെ കയറി നിന്നിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല. ആ മണ്ഡപം പോലെ കെട്ടിയിരിക്കുന്നതാണ് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ കാറ്റടിച്ച് മഴയടിച്ച് നല്ല രീതിയിൽ നനഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറേ നേരം അവിടെ നിന്നിട്ട് മഴ തീരുന്നില്ല. പിന്നെ വിചാരിച്ച് നേരെ താഴോട്ടിറങ്ങി ചെന്ന്, വിശക്കുന്നുണ്ടായിരുന്നു, ഉച്ചക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് നേരെ അവിടെ ചെന്ന് ചായക്കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും മഴയ്ക്ക് ഒരു ശമനവുമില്ല. പിന്നെ വണ്ടി എടുത്ത് നേരെ അങ്ങ് വിട്ടു. മഴ തീരാനൊന്നും നിന്നില്ല. നേരെ ആ മഴയത്ത് തന്നെ വണ്ടി ഓടിച്ചു. നല്ല തണുപ്പും
ആ സമയത്ത് നല്ല തണുപ്പായിരുന്നു. പിന്നെ താഴെ ഇറങ്ങി ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ മഴ ഒന്ന് കുറഞ്ഞത്. പിന്നെ നല്ല തണുത്ത കാറ്റൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ പിടിച്ച് നേരെ അങ്ങ് പോന്നു. അങ്ങനെ ഒരു പുതിയ അനുഭവമായിരുന്നു ആ മഴയത്ത് പാഞ്ചാലിമേട്ടിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത്.